ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രവർത്തനം, ഒരു ആവാസ വ്യവസ്ഥയിലുള്ള വിവിധ ജീവികളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇവിടെ ഉണ്ടാക്കാനിടയുള്ള 4 ആഹാര ശൃംഖലകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് ജീവികൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ജീവികളെ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ആഹാര ശൃംഖല തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് 4 എണ്ണം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്. അതുപോലെ പുല്ല്, കോഴി, കുറുക്കൻ, സിംഹം. പുല്ല്, മാന്, സിംഹം. പുല്ല്, കോഴി, സിംഹം. ഇങ്ങനെ നമുക്ക് 4 എണ്ണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. ചുവടെ കൊടുത്ത ആഹാര ശൃംഖല ശ്രദ്ധിക്കൂ. പുല്ല്, മാന്, കടുവ. ഈ ആവാസ വ്യവസ്ഥയിൽ കടുവകൾ മുഴുവൻ ഇല്ലാതായാൽ മാനുകൾക്ക് വംശനാശം സംഭവിക്കും എന്നാണ് ഒരു കുട്ടിയുടെ അഭിപ്രായം. ഇതിനോട് യോജിക്കുന്നുണ്ടോ? അഭിപ്രായം സമർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്കറിയാം, ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് ഒരു കണ്ണി ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ്, വംശനാശം തന്നെ അല്ലേ. മറ്റുള്ള കണ്ണികൾക്ക് വംശനാശം സംഭവിക്കും. അപ്പോൾ അവിടെ എഴുതേണ്ടത് അഭിപ്രായത്തോട് യോജിക്കുന്നു. കടുവകൾ ഇല്ലാതായാൽ മാനുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നും അതിനാൽ ആഹാരത്തിനുള്ള ദൗർലഭ്യം അനുഭവപ്പെട്ട് വംശനാശം സംഭവിക്കുന്നു എന്നുമാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഒന്നുകൂടെ പറയാം: അഭിപ്രായത്തോട് യോജിക്കുന്നു. കടുവകൾ ഇല്ലാതായാൽ മാനുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. അതിനാൽ ആഹാരത്തിനുള്ള ദൗർലഭ്യം അനുഭവപ്പെട്ട് വംശനാശം സംഭവിക്കുന്നു. ഇനി ഇതിലെ സി ചോദ്യം, ഒരു ആഹാര ശൃംഖലയിലെ വിവിധ കണ്ണികളെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ശ്രദ്ധിക്കൂ. 1. ആഹാര ശൃംഖലയിലെ രണ്ടാമത്തെ കണ്ണി എല്ലായ്പ്പോഴും മാംസബുക്കുകൾ ആയിരിക്കും. 2. ആഹാര ശൃംഖലയിലെ മൂന്നാമത്തെ കണ്ണി സസ്യബുക്കുകൾ ആയിരിക്കും. 3. ഉൽപാദകൻ എപ്പോഴും ഹരിതസസ്യങ്ങൾ ആയിരിക്കും. 4. ആഹാര ശൃംഖലയിലെ അവസാന കണ്ണി വിഘാടകർ ആയിരിക്കും. ഈ പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? പ്രസ്താവന 2ഉം 4ഉം, പ്രസ്താവന 3ഉം 4ഉം, പ്രസ്താവന 2 ശരിയാണ്, പ്രസ്താവന 1 ശരിയാണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? പ്രസ്താവന 3ഉം 4ഉം ശരിയാണ് എന്നുള്ള ബി ഓപ്ഷനാണ്, രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്തത് പ്രവർത്തനം 2ആണ്. ഒരു വടക്കുനോക്കി യന്ത്രത്തിൻ്റെ കാന്തസൂചി അടക്കം ചെയ്തിരിക്കുന്ന പെട്ടി നിർമ്മിക്കാൻ ഗ്ലാസിന് പുറമെ താഴെ പറയുന്നവയിൽ ഏതു പദാർത്ഥമാണ് തിരഞ്ഞെടുക്കുക? ഇരുമ്പ്, അലുമിനിയം, നിക്കൽ. ഇതിൻ്റെ കാരണം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? അലുമിനിയമാണ്. കാരണം എന്താണ്? ഇരുമ്പ്, നിക്കൽ എന്നിവ കാന്തവസ്തുക്കൾ ആണെന്നും അവ കാന്തസൂചിയെ ആകർഷിക്കുന്നതിനാൽ പെട്ടി നിർമ്മിക്കാൻ ഉപയോഗിച്ചാൽ കാന്തസൂചിക്ക് യഥേഷ്ടം കറങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അലുമിനിയം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം, കാന്തത്തിൻ്റെ ഒരു സവിശേഷതയാണ് വടക്ക് നോക്കി യന്ത്രത്തിൽ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ഏതാണെന്നാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. ഏതാണ്? കാന്തത്തിൻ്റെ ധ്രുവങ്ങൾ തെക്കു വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന സവിശേഷത. ഓക്കെ, എന്താണ്? കാന്തത്തിൻ്റെ ധ്രുവങ്ങൾ തെക്കു വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. ആ ഒരു സവിശേഷതയാണ് നമ്മൾ വടക്ക് നോക്കി യന്ത്രത്തിൽ പ്രയോജനപ്പെടുത്തുന്നത്. ഇനി ഇതിലെ സി ചോദ്യം, എ ബി എന്നീ വസ്തുക്കൾ തമ്മിൽ തുല്യ ആകർഷണം അനുഭവപ്പെടുന്ന 3 സന്ദർഭങ്ങളാണ് നൽകിയിട്ടുള്ളത്. ചിത്രം വിശകലനം ചെയ്ത് ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന, എ ബി എന്നിവ രണ്ടും കാന്തങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തേത്, എ ബി എന്നിവ കാന്തിക വസ്തുക്കളാണ്. എ കാന്തവും ബി കാന്തിക വസ്തുവുമാണ്. നാലാമത്തേത്, ബി കാന്തവും എ കാന്തിക വസ്തുവുമാണ്. ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്? ബി കാന്തവും എ കാന്തിക വസ്തുവുമാണ് എന്നുള്ള ഓപ്ഷൻ 4ാമത്തേതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് ഇങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ ആ ഒരു പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളത്. അടുത്തത് പ്രവർത്തനം 3ആണ്. എ, ഒരു കൃത്രിമ കുളം നിരീക്ഷിച്ചപ്പോൾ കണ്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ജലം, മണ്ണ്, ചെറുപ്രാണികൾ, മത്സ്യങ്ങൾ, തവള ഇവ ഉൾക്കൊള്ളുന്ന ഈ കുളം ഒരു ആവാസ വ്യവസ്ഥയാണോ? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണുള്ളത്? ജലം, മണ്ണ്, ചെറുപ്രാണികളും, മത്സ്യങ്ങൾ, തവള ഇതൊക്കെയാണുള്ളത്. അപ്പോൾ ഇതെന്താണ്? ഇവിടെ കൃത്രിമ കുളം ആവാസ വ്യവസ്ഥ അല്ലെന്ന് മനസ്സിലാക്കുക. ഓക്കെ, കൃത്രിമ കുളം എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും ആവാസ വ്യവസ്ഥയല്ല. കാരണം എന്താണ്? ഉൽപാദകർ ഒരു ആവാസ വ്യവസ്ഥയിലെ പ്രധാന ഘടകമാണെന്നും ഉൽപാദകരില്ലാതെ ആവാസ വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാൻ സാധ്യമല്ലെന്നും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? ഉൽപാദകർ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളത് ആവാസ വ്യവസ്ഥയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇനി അടുത്തത് ബി ആണ്. താഴെ നൽകിയിട്ടുള്ളവയിൽ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമായവയും അല്ലാത്തവയും രണ്ടും തരംതിരിച്ച് എഴുതുക. ഇവിടെ തന്നിട്ടുള്ള എന്തൊക്കെയാണ്? കൂട്, വീട്, നദി, കുളം, മാളം, കാട് ഇത്രയുമാണ് തന്നിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം? നദി, കുളം, കാട്, ഇത് മൂന്നും ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. എന്നാൽ കൂട്, വീട്, മാളം എന്നിവ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമല്ല. ഓക്കെ, ഇനി അടുത്തത് സി ആണ്. ഒരു ആവാസ വ്യവസ്ഥയിൽ അജീവീയ ഘടകങ്ങൾ സ്ഥിരമായി നിലനിർത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ജീവീയ ഘടകം ഏതാണ്? ഒന്നും കൂടി വായിക്കാം. ഒരു ആവാസ വ്യവസ്ഥയിൽ അജീവീയ ഘടകങ്ങൾ സ്ഥിരമായി നിലനിർത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ജീവീയ ഘടകം. ഓക്കെ, അപ്പോൾ അജീവീയ ഘടകത്തെ നിലനിർത്താനാണ് വേണ്ടത്. ഏതാണ്? വിഘാടകരാണ്. ഓക്കെ, ആ വിഘാടകരാണ് ഇവിടെ അജീവീയ ഘടകത്തെ സ്ഥിരമായി നിലനിർത്തുന്ന ജീവീയ ഘടകം എന്ന് പറയുന്നത്. പ്രവർത്തനം 4 നോക്കാം. വിവിധ വിഭാഗം ഫലങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ്? ചക്ക, സീതപ്പഴം എന്നിവ സംയുക്ത ഫലങ്ങളാണ്. വെണ്ട, മുന്തിരി എന്നിവ ലഘു ഫലങ്ങളാണ്. സീതപ്പഴം, തക്കാളി എന്നിവ പുഞ്ചഫലങ്ങളാണ്. ചക്ക, ബ്ലാക്ക്ബെറി എന്നിവ സംയുക്ത ഫലങ്ങളാണ്. എ ചോദ്യം, ഇവയിൽ ശരിയായവ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? വെണ്ട, മുന്തിരി എന്നിവ ലഘുഫലങ്ങളാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ബി ചോദ്യം, ലഘുഫലം, പുഞ്ചഫലം, സംയുക്ത ഫലം എന്നിവയുടെ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും എന്താണെന്നാണ് നമ്മൾ പ്രസ്താവിക്കേണ്ടത്. എന്താണ്? ഒരു പൂവിൽ നിന്നും ഒരു ഫലം മാത്രം ഉണ്ടാകുന്നതാണ് ലഘുഫലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു പൂവിൽ നിന്നും ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് പുഞ്ചഫലം എന്ന് പറയുന്നത്. അടുത്തത്, ഒരു പൂവിൽ നിന്നും ഫലങ്ങളെല്ലാം ചേർന്ന് ഒരു പൊതു ആവരണത്തിൽ ക്രമീകരിക്കപ്പെട്ട ഒറ്റ ഫലമായി തീരുന്നതാണ് സംയുക്ത ഫലം എന്ന് പറയുന്നത്. അപ്പോൾ മൂന്ന് രീതിയിലാണല്ലേ. ഇനി ഇതിൽ സി ചോദ്യം, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ആപ്പിള്, കശുമാങ്ങ, സഫർ ചെല്ലി, ചാമ്പക്ക. ഏതാണ് ഇതിൽ? കശുമാങ്ങയാണ് കൂട്ടത്തിൽപ്പെടാത്തത്. അടുത്തത് പ്രവർത്തനം 5 ആണ്. ഇവിടെ ഒരു 2 സംഭാഷണമാണ് തന്നിട്ടുള്ളത്. ഒരു കുട്ടി പറയാണ്, ഞാൻ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? അമ്മ പറയാണ് പാടില്ല എന്ന് പറയാണ് അല്ലേ. അവിടെ എ ചോദ്യം, കുട്ടിയുടെ അഭിപ്രായത്തോട് ടീച്ചർ വിയോജിക്കാൻ കാരണമെന്ത്? അപ്പോൾ അമ്മയല്ല, ടീച്ചറാണ് കേട്ടോ. അപ്പോൾ കുട്ടിയുടെ അഭിപ്രായത്തോട് ടീച്ചർ വിയോജിക്കാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? ഇവിടെ കൊഴുപ്പിൽ മാത്രം ലഭിക്കുന്ന നമുക്ക് വിറ്റാമിനുകളുണ്ട്. ഓക്കെ, കൊഴുപ്പിൽ മാത്രം ലഭിക്കുന്ന വിറ്റാമിനുകളുണ്ട്. കൊഴുപ്പ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ അത്തരം വിറ്റാമിനുകൾ ശരീരത്തിന് ലഭ്യമാകൂ. ഓക്കെ, അതുകൊണ്ട് എന്താണ്? കൊഴുപ്പടങ്ങിയ ആഹാരം നമ്മൾ കഴിക്കൽ അത്യാവശ്യമാണ്. ബി ചോദ്യം, കൊഴുപ്പ് ഭക്ഷണത്തിൽ അധികമാകുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാം? എന്തൊക്കെ ദോഷങ്ങളാണുള്ളത്? കൊഴുപ്പ് അധികമായ രക്തസമ്മർദ്ദം, ഹൃദ്രോഗം എന്നിവയ്ക്ക് കാരണമാകും. ഓക്കെ, അപ്പോൾ കൊഴുപ്പ് അധികമായിട്ട് കഴിക്കാനും പാടില്ല, എന്നാൽ തീരെ കഴിക്കാതിരിക്കാനും പാടില്ല. ഇനി ഇതിലെ സി ചോദ്യമാണ്, ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് നിയന്ത്രിച്ചു നിർത്താൻ പാലിക്കേണ്ട ചില ശീലങ്ങൾ നൽകിയിരിക്കുന്നു. ഇവ വിശകലനം ചെയ്ത് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതാനാണ്. എന്തൊക്കെയാണുള്ളത്? ദിവസവും വ്യായാമം ചെയ്യുക, വറുത്തതും പൊരിച്ചതുമായ ആഹാര സാധനങ്ങൾ കുറയ്ക്കുക, ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, അന്നജം മാത്രം അടങ്ങിയ ഭക്ഷണം ശീലമാക്കുക. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത്? ദിവസവും വ്യായാമം ചെയ്യുക, വറുത്തതും പൊരിച്ചതുമായ ആഹാര വസ്തുക്കൾ കുറയ്ക്കുക എന്നിവയാണ്. ഓക്കെ, ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. അടുത്ത പ്രവർത്തനം 6ാമത്തെ പ്രവർത്തനമാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ചലന സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ. എന്തൊക്കെയാണ്? ഒന്നാമത്തെ സന്ദർഭം ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനമാണ്. രണ്ടാമത്തേത് ട്യൂണിംഗ് ഫോർക്കിൻ്റെ ചലനമാണ്. എ ചോദ്യം, 2 സന്ദർഭങ്ങളിലും സംഭവിക്കുന്ന ചലനങ്ങളുടെ പേരെഴുതുക. ഏതെങ്കിലും ഒരു ചലനത്തിൻ്റെ പ്രത്യേകത വിശദമാക്കാനും പറയുന്നുണ്ട്. ഇവിടെ എന്താണ് ഒന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത്? ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനമാണ് അല്ലേ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം എന്ന് പറയുന്നത് ദോലനമാണ്. ഓക്കെ, ദോലനമാണ്. അതുപോലെ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ചലനം എന്ന് പറയുന്നത് കമ്പനമാണ്. ദോലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശത്തേക്ക് ചലിക്കുന്നതിനെയാണ് നമ്മൾ ദോലനം എന്ന് പറയുന്നത്. ഇനി കമ്പനം എന്ന് പറഞ്ഞാൽ ദ്രുതഗതിയിലുള്ള ദോലനമാണ് നമ്മൾ കമ്പനം എന്ന് പറയുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം, ഓരോ ചലനത്തിനും മറ്റു 2 ഉദാഹരണങ്ങൾ വീതം എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ദോലനത്തിനും കമ്പനത്തിനും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ഏതെങ്കിലും 2 ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക. ഇനി സി ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭ്രമണചലനത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒന്നാമത്തേത്, സ്വന്തം അക്ഷത്തെ ആധാരമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. 2, ഭ്രമണചലനം എപ്പോഴും ഒരു വൃത്താകാര പാതയിലൂടെ ആണ്. 3, ഭ്രമണം ചെയ്യുന്ന വസ്തുവിന് ഭ്രമണചലനം എന്നും സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. 4, ഭ്രമണചലനത്തിന് ആധാരമായ അക്ഷം ഭ്രമണ വസ്തുവിന് ഉള്ളിലായിരിക്കും. ഇതിൽ ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത്? ഭ്രമണചലനവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഏതായിരുന്നു? ഭ്രമണം ചലനം എപ്പോഴും ഒരു വൃത്താകാര പാതയിലൂടെ ആണ് എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. അത് തെറ്റാണ്.
ഇനി നമുക്ക് ഏഴാമത്തെ പ്രവർത്തനം നോക്കാം. ചോദ്യം: ഒരു പ്രദേശത്തെ വിദ്യാലയത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ഭൂരിപക്ഷം കുട്ടികളിലും നിശാഗന്ധത കണ്ടെത്തി. ഭക്ഷണത്തിലൂടെ പരിഹരിക്കാവുന്ന രോഗമാണിതെന്നും ഡോക്ടർ പറഞ്ഞു. അവർക്കായി ഡോക്ടർ നിർദ്ദേശിച്ച ഭക്ഷ്യവസ്തുക്കളുടെ ലിസ്റ്റ് എഴുതാനാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക? വൈറ്റമിൻ എ കുറയുമ്പോഴാണ് ഈ ഒരു നിശാഗന്ധത വരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ എ അടങ്ങിയ ക്യാരറ്റ്, ചീര, പയറില, പാല് തുടങ്ങിയവ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. ചോദ്യം: ആഹാര സാധനങ്ങൾ തുറന്നു വെച്ച് വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിനാണ് ഇങ്ങനെ ആഹാരം തുറന്നു വെച്ച് വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത്? വൈറ്റമിൻ സി ആണല്ലേ. അപ്പോൾ അവിടെ വൈറ്റമിൻ സി എന്ന് എഴുതുക. രാമു തൻ്റെ ആഹാരത്തിൽ പാല്, കടല മത്സ്യങ്ങൾ എന്നിവ ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. എങ്കിലും അവന് കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ഉള്ളതായി ഡോക്ടർ കണ്ടെത്തി. ഈ അവസ്ഥക്കുള്ള കാരണം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. 1. മതിയായ അളവിൽ വെള്ളം കുടിക്കാതിരിക്കുന്നത്. 2. വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുന്നത്. 3. മതിയായ അളവിൽ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്നത്. 4. പ്രോട്ടീൻ അടങ്ങിയ ആഹാരം വേണ്ട അളവിൽ കഴിക്കാതിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? മതിയായ അളവിൽ സൂര്യപ്രകാശം ഏൽക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തേതാണ് ശരിയായിട്ടുള്ളത്. എട്ടാമത്തെ പ്രവർത്തനം നോക്കാം. ഒരു ക്ലോക്കിലെ പൽചക്രങ്ങളുടെ ചിത്രീകരണം ശ്രദ്ധിക്കൂ. ഇവിടെ എന്താണ്? ക്ലോക്കിലെ പൽചക്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ. ഇനി ചോദ്യം: ABC എന്നീ പൽചക്രത്തിൽ ഏതിനോടെല്ലാമാണ് മിനിറ്റ് സൂചി, സെക്കൻഡ് സൂചി, മണിക്കൂർ സൂചി എന്നിവ ഘടിപ്പിക്കേണ്ടതെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ഇവിടെ മണിക്കൂർ സൂചി പൽചക്രം എയോടും, മിനിറ്റ് സൂചി പൽചക്രം ബിയോടും, സെക്കൻഡ് സൂചി പൽചക്രം സിയോടുമാണ് യോജിപ്പിക്കേണ്ടത്. ഒന്നുകൂടെ പറയാം. മണിക്കൂർ സൂചി പൽചക്രം എ, മിനിറ്റ് സൂചി പൽചക്രം ബി, സെക്കൻഡ് സൂചി പൽചക്രം എ, പൽചക്രം സി ഇതിനോടാണ് ഘടിപ്പിക്കേണ്ടത്. ഇനി ഇതിൽ ബി ചോദ്യം: നിങ്ങളുടെ കണ്ടെത്തലിന് വിശദീകരണം നൽകാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരുന്നു? പല്ലുകളുടെ എണ്ണം കുറഞ്ഞ ചെറിയ പൽചക്രം വേഗത്തിലും പല്ലുകളുടെ എണ്ണം കൂടിയ വലിയ പൽചക്രം സാവധാനത്തിലും കറങ്ങുന്നു. അതുകൊണ്ടാണ്. ഒന്നുകൂടെ പറയാം. പല്ലുകളുടെ എണ്ണം കുറഞ്ഞ ചെറിയ പൽചക്രം വേഗത്തിലും പല്ലുകളുടെ എണ്ണം കൂടിയ വലിയ പൽചക്രം സാവധാനത്തിലും കറങ്ങുന്നു. ഇതിലെ സി ചോദ്യം: എം എന്ന പൽചക്രം കറങ്ങുന്നതിൻ്റെ എതിർദിശയിൽ കറങ്ങുന്ന പൽചക്രം ഏതൊക്കെയാണ്? പൽചക്രം എ മാത്രം, പൽചക്രം ബിയും സിയും, പൽചക്രം ബി മാത്രം, പൽചക്രം എയും ബിയും സിയും. ഏതാണ് ഉത്തരം? പൽചക്രം എയും ബിയും സിയും എന്നുള്ളതാണ്. അടുത്ത 9ാമത്തെ പ്രവർത്തനമാണ് സ്കൂളിൽ നിന്ന് കയറ്റവും ഇറക്കവും വളവുമുള്ള ഒരു പാതയിലൂടെ സൈക്കിൾ ഓടിച്ചാണ് ബാബു വീട്ടിലെത്തിയത്. അവൻ സൈക്കിളിൻ്റെ ബലം പ്രയോഗിച്ചിട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളും ബലപ്രയോഗത്തിൻ്റെ ലക്ഷ്യങ്ങളും എഴുതി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബലം പ്രയോഗിച്ച സന്ദർഭം 1. സൈക്കിൾ ഓടിക്കാൻ തുടങ്ങുമ്പോൾ. അവിടെ എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? നിശ്ചലമായ സൈക്കിളിനെ ചലിപ്പിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ഇനി അടുത്തത് എന്തായിരിക്കും? വളവുള്ള പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ. അവിടെ ലക്ഷ്യം എന്ന് പറയുന്നത് ചലിക്കുന്ന സൈക്കിളിൻ്റെ ദിശ മാറ്റുന്നതിനാണ്. അടുത്ത സന്ദർഭം എന്ന് പറയുന്നത് സൈക്കിൾ ഇറങ്ങുമ്പോഴാണ്. അവിടെ ലക്ഷ്യം ചലിക്കുന്ന സൈക്കിളിൻ്റെ വേഗത കുറക്കാൻ വേണ്ടിയാണ്. അടുത്തത് മറ്റൊരു സൈക്കിളിനെ മറികടക്കുമ്പോൾ. അവിടെ ലക്ഷ്യം ചലിക്കുന്ന സൈക്കിളിൻ്റെ വേഗത കൂട്ടാൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ സന്ദർഭങ്ങളും ലക്ഷ്യവും എഴുതേണ്ടത്. ബി ചോദ്യം: സൈക്കിൾ ടയറിൻ്റെ ചലനം പരിഗണിച്ചാൽ താഴെ പറയുന്നവയിൽ ബാധകമല്ലാത്ത ചലനം ഏത്? ഭ്രമണചലനം, വർത്തുള ചലനം, തോലനം, നേർരേഖാചലനം. ഏതാണ്? തോലനമാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തേതാണ് ശരിയായിട്ടുള്ളത്. ഇനി അവസാനത്തെ പ്രവർത്തനമാണ് 10ാമത്തെ പ്രവർത്തനം. ചുവടെ കൊടുത്തിരിക്കുന്ന ഊർജ്ജമാറ്റം ശ്രദ്ധിക്കൂ. എന്തൊക്കെയാണ്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ യാന്ത്രികോർജ്ജവും താപവും ശബ്ദവും എല്ലാം കൂടിയിട്ടാണ് വൈദ്യുതോർജ്ജം ഉണ്ടാകുന്നത്. ഇത്തരം ഊർജ്ജമാറ്റങ്ങൾ സംഭവിക്കുന്ന 2 സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. എന്താണ്? 1. വൈദ്യുത മോട്ടോർ പ്രവർത്തിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ മിക്സി പ്രവർത്തിക്കുന്നതും. ഇത് രണ്ടും ഇത്തരത്തിലുള്ള ഒരു സന്ദർഭമാണ്. പി ചോദ്യം: 2 സന്ദർഭങ്ങളിലും പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജരൂപവും പാഴാക്കുന്ന ഊർജ്ജരൂപവും കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജരൂപങ്ങൾ എന്ന് പറയുന്നത്? യാന്ത്രികോർജ്ജമാണ്. അതുപോലെ പാഴാക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് താപവും ശബ്ദവുമാണ്. ഓക്കെ, അപ്പോൾ പ്രയോജനപ്പെടുത്തുന്നത് യാന്ത്രികോർജ്ജവും പാഴാക്കുന്നത് താപവും ശബ്ദവുമാണ്. ഇനി സി ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ ഊർജ്ജനഷ്ടം പരമാവധി കുറഞ്ഞ ഉപകരണം ഏത്? ഫിലമെൻറ്റ് ബൾബ്, LED ബൾബ്, DFL ബൾബ്, ഹാലോജൻ ബൾബ്. ഏതാണ്?
LED ബൾബാണ്. ഓക്കെ, അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് LED ബൾബാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചോദ്യപേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും നല്ല മാർക്ക് എൻ്റെ എക്സാമിൽ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.